നമസ്കാരം ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം SB. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള ഒരു മെയിൻ ചോദ്യമാണ്, വാറണ്ടി പോകുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു വണ്ടിയുടെ വാറണ്ടി, എപ്പോഴാണ് ഈ വാറണ്ടി പോകുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൃത്യമായി ഡിസ്കസ് ചെയ്യാം. ഫോൺ ആഡ് ചെയ്യുമ്പോഴും ലൈറ്റ് ആഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ LED ആഡ് ചെയ്യുമ്പോഴും പിന്നെ പോർച്ചുഗലിലെ ജേഴ്സിയൊക്കെ ഇനി വാങ്ങാൻ വേണ്ടിയാണ് ആദ്യം നോക്കിയത്. ഈ ഒരു വണ്ടിയുടെ ഫുൾ വാറണ്ടിയിൽ മാറുന്ന കേസ് ഓയിലറോ അല്ലെങ്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിനോ എഞ്ചിൻ്റെ വാറണ്ടിയാണ്. അലോയൊക്കെ മാറുന്ന കേസ് അക്സറീസ് കയറ്റുക എന്നുള്ളത് റൂമിലല്ല സർവീസ് എങ്കിൽ ഗൈസ്. അപ്പോൾ നിങ്ങൾ വാറണ്ടി എപ്പോഴാണ് പോകുന്നത് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കാമെന്ന് എനിക്കറിയാം. വാറണ്ടി എപ്പോഴാണ് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വണ്ടി മോഡിഫൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സെറ്റ് കയറ്റുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ലൈറ്റ് വെക്കുമ്പോഴോ ഒന്നുമല്ല വാറണ്ടി പോകുന്നത്. നിങ്ങൾ ഈ ചെയ്ത രൂപമാറ്റം അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ സെറ്റ് വെച്ചതുകൊണ്ട് വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റ് വരുമ്പം ആ കംപ്ലയിൻറ്റ് വരുന്ന സെനേറിയോയിൽ നമ്മൾ വാറണ്ടി പീരീഡ് ആണെങ്കിൽ ഡീലർഷിപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റേ നിങ്ങൾ ഓതറൈസ് സർവീസ് സെൻ്ററിലേക്കോ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പോകുമ്പോഴാണ് നിങ്ങളുടെ വാറണ്ടി വോയിഡ് ആവുന്നത്. വാറണ്ടി ഫുൾ വോയിഡ് ആകുന്ന കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമേ തന്നെ മെയിൻ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരു വണ്ടിയിൽ മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ സ്റ്റീരിയോ അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ സെറ്റ് വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ആകുമോ അല്ലെങ്കിൽ വാറണ്ടി പോവോ എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വണ്ടി ബേസ് മോഡലോ അല്ലെങ്കിൽ മിഡ് ഓപ്ഷനോ ഫുൾ ഓപ്ഷനോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റീരിയോ അല്ലെങ്കിൽ മറ്റേ സിംഗിൾ ഡിൻ സ്റ്റീരിയോ അല്ലെങ്കിൽ ടച്ച് സ്ക്രീൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം. ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക, ഇതിലൊന്നും വയർ കട്ട് വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. കാര്യം ഇപ്പോൾ അങ്ങനെ വയർ കട്ടൊന്നുമില്ല. കാര്യം നേരത്തെ റീസെൻ്റ്ലി കുറച്ച് നാൾ മുന്നേ ഈ ഫ്ലെയിമിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും ടെക്നോളജികളൊക്കെ മാറ്റി, അവർ ഇൻസ്റ്റലേഷൻ രീതികളൊക്കെ മാറ്റി, എല്ലാവരും നല്ല സേഫായിട്ട് മറ്റേ കവർ ചെയ്ത് പിന്നിട്ടാണ് വയർ ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതും. അതുകൊണ്ട് വയറിങ് സംഭവങ്ങളും എല്ലാം സേഫാണ്. എല്ലാ ആക്സറി കടക്കാരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് എനിക്ക് ഓൾമോസ്റ്റ് ഉറപ്പാണ്, 100% ഓൾമോസ്റ്റ് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ വണ്ടിയിൽ വയർ കട്ടിങ് ഇല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റീരിയോ 360 ഡിഗ്രി ഉള്ളതോ അല്ലെങ്കിൽ JBL അല്ലെങ്കിൽ കൂടിയ സ്പീക്കറോ കോവാക്സിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആംബിയൻ ലൈറ്റോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതിനൊന്നും വയർ കട്ടിങ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതായത് വണ്ടിയിൽ വരുന്ന സ്റ്റോക്ക് വയർ സിസ്റ്റത്തിൽ കട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി. ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിസ്റ്റം ഇഷ്ടമുള്ള ക്വാളിറ്റിയിൽ പ്രൈസിൽ നിങ്ങളുടെ വണ്ടി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. വയർ കട്ടിങ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതാണ് എനിക്ക് കമൻറ്റ് ബോക്സിൽ വരുന്ന മെയിൻ ചോദ്യം. സ്റ്റീരിയോ കയറ്റിയാൽ വാറണ്ടി പോകുമോ? അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക. വയർ കട്ടിങ് ഇല്ലാതെ കയറ്റിയാൽ വാറണ്ടിക്ക് ഒരു കുഴപ്പമില്ല സ്റ്റീരിയോ കയറ്റുന്നുണ്ട്. അടുത്ത എനിക്ക് പറഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വണ്ടിയിൽ ഹെഡ്ലൈറ്റ് മാറ്റിയതുകൊണ്ടോ അല്ലെങ്കിൽ പ്രൊജക്ടറുള്ള ഫോഗ് ലാമ്പ് ആഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പവർ കൂടിയ ഹോൺ വെച്ചുകൊണ്ടോ കുഴപ്പമുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം വരുന്നത്. പിന്നെ മെയിനായിട്ട് എന്നോട് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഈ ബാക്കിലെ ആ ഒരു റിഫ്ലക്ടർ മാറ്റി LED വെക്കണമെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേനും ഇതിനൊക്കെ നിശ്ചിതമായ ഒരു പവർ കമ്പനി ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഹോൺ ആഡ് ചെയ്യുമ്പോഴും ലൈറ്റ് ആഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ LED ആഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ആ ഒരു പവർ എക്സീഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാര്യം എക്സീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ചെയ്യാൻ പോകുമ്പോഴത്തേനും ഈ ഒരു ലൈറ്റ് ഇത്ര പവർ കൂടിയതാണ്, ഈ ഒരു ഹോൺ ഇത്ര പവർ കൂടിയതാണ്, ഈ ഒരു LED ഉള്ളത് അത് ഇന്നോവ ചെയ്തിരിക്കുന്ന ഇത്രയും പവർ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് വാറണ്ടി വോയിഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഒരുപാട് പവർ കൂടിയ ലൈറ്റും പ്രൊജക്ടർ ഫോഗ് ലാമ്പും അതുപോലെ ഒത്തിരി എയർ ഹോൺ പോലത്തെ ഹോണോ അല്ലെങ്കിൽ പവർ കൂടിയ ഹോണൊക്കെ വെക്കുമ്പോഴത്തേനും സൂക്ഷിക്കുക. നോക്കി കണ്ട് വെച്ചില്ലെങ്കിൽ വണ്ടിയുടെ വയറിങ്ങിൻ്റെ വാറണ്ടി കംപ്ലീറ്റ് പോകും. ഫുൾ വാറണ്ടി പോകില്ല, വയറിങ്ങിൻ്റെ വാറണ്ടി ഉറപ്പായിട്ടും പോകും. അടുത്ത ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പുറകെ കാണുന്ന പോലെ സ്പോയിലറോ അല്ലെങ്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിനോ സ്കേർട്ടിങ്ങോ ഒക്കെ ആഡ് ചെയ്താൽ വാറണ്ടി പോവോ എന്നുള്ളതാണ്. ഇതൊന്നും ആഡ് ചെയ്താൽ വാറണ്ടി പോലെ ഒരു ചാൻസും ഇല്ല. കാര്യം ഇതൊക്കെ നമ്മൾ എക്സ്റ്റേണലായിട്ട് വണ്ടിയെ സ്ക്രൂ ചെയ്ത് വെക്കുന്നതാണ്. അതും സ്ക്രൂ ചെയ്യുന്ന മെറ്റൽ പാർട്ടിലല്ല, മൊത്തം ഫൈബറിലൊക്കെയാണ് സ്ക്രൂ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പോയിലറോ അല്ലെങ്കിൽ സ്കേർട്ടിങ്ങോ ഒന്നും ആഡ് ചെയ്തുകൊണ്ട് വണ്ടിയുടെ വാറണ്ടി ഒന്നും പോകത്തില്ല, ഓടാത്തില്ല. അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട, അതൊക്കെ ധൈര്യമായിട്ട് ആഡ് ചെയ്യാം. അതും നിങ്ങളുടെ ഇഷ്ടത്തിന്, ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ഈ എംടെക്കിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല വാറണ്ടി പോകുന്ന കാര്യത്തിൽ. ഗൈസ്, അപ്പോൾ ഇതാണ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട ആശങ്ക ഒരു വണ്ടി എടുത്തു കഴിയുമ്പോഴത്തേനും ആക്സറീസ് കയറ്റുക എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം മെയിൻ കാര്യം ഞാൻ പറയാം, ഒരു വണ്ടിയുടെ ഫുൾ വാറണ്ടി എപ്പോഴാണ് പോകുന്നത്. വണ്ടിയുടെ ഫുൾ വാറണ്ടി എപ്പോഴാണ് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വണ്ടി നിങ്ങൾ വാറണ്ടി പീരീഡിൽ, അതായത് ഒരു പർട്ടിക്കുലർ സമയം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കിലോമീറ്റർ വണ്ടി കമ്പനിക്ക് വാറണ്ടി തരും. ആ വാറണ്ടി ടൈമിൽ നിങ്ങളുടെ വണ്ടി ഷോറൂമിൽ മാത്രം സർവീസുകൾ ചെയ്യുക. ഈ ഒരു ടൈം പീരീഡിൽ വണ്ടിക്ക് ഷോറൂമിലല്ല സർവീസ് എങ്കിൽ പുറത്താ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല, വാറണ്ടി കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ആവും. അതായത് എഞ്ചിൻ വാറണ്ടി, ഇലക്ട്രിക്കൽ വാറണ്ടി, ബോഡി വാറണ്ടി, മറ്റേ എല്ലാ വാറണ്ടികളും വണ്ടിക്ക് ഫുൾ വാറണ്ടി വോയിഡാവും. അതുകൊണ്ട് മെയിനായിട്ടും ഒരു വാറണ്ടി പീരീഡിൽ നിങ്ങളുടെ വാഹനം ഷോറൂമിൽ മാത്രം സർവീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതാണ് ഫുൾ വാറണ്ടി പോകുന്ന കാര്യം. പിന്നെ ഒരു വാറണ്ടി കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ വാറണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പ്ലാനൊക്കെ ഉള്ള പോലെ എനിക്ക് വാറണ്ടി വേണമെന്ന് തീരുമാനിച്ചവരാണ് ഞാൻ.
എനിക്ക് തന്നെ എൻ്റെ വണ്ടി എക്സോസ്റ്റ് കയറണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമായിരിക്കും, തമ്പുരാൻ തരുമായിരിക്കും, എനിക്കറിയില്ല. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എഞ്ചിൻ്റെ വാറണ്ടി എപ്പോഴാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എഞ്ചിൻ്റെ എന്തെങ്കിലും പാർട്സ് മാറി, ഫോർ എക്സാമ്പിൾ പവർ ഫിൽറ്റർ വെച്ചു, അല്ലെങ്കിൽ മറ്റേ വാൽവട്രോണിക് കയറ്റാൻ വേണ്ടി അതിൻ്റെ മറ്റേ മാനിഫോൾഡ് എക്സോസ്റ്റ് സംഭവങ്ങളെല്ലാം മാറ്റി, പിന്നെ ടൂൺ ചെയ്യാൻ വേണ്ടി ECU റീമാപ്പ് ചെയ്തു, പിന്നെ ടർബോ ആഡ് ചെയ്തു, ടർബോ മാറ്റി, എല്ലാം കൊണ്ട് ടർബോയ്ക്കുള്ള വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ടർബോ നിങ്ങൾ പവർ കൂട്ടി, അങ്ങനെ എൻജിൻ സൈഡിൽ എന്ത് മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാലും എൻജിൻ്റെ വാറണ്ടി ഫുൾ വോയിഡ് ആവും. അത് പറഞ്ഞ് ചിലപ്പം ECU ഒക്കെ പോയി കഴിഞ്ഞാൽ ഇലക്ട്രിക്കലിൻ്റെ വാറണ്ടിയൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് എൻജിൻ സൈഡിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം, എൻജിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ മാറുന്ന കേസ്. നിങ്ങൾ ഏതെങ്കിലും അവസരത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ ഓയിൽ പുറത്തുനിന്ന് മാറി വേറൊരു ഓയിൽ ഒഴിച്ച് വേറെ ഗ്രേഡ് ഒഴിച്ച് കഴിഞ്ഞാൽ അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ കേസിലും വണ്ടിയുടെ ഫുൾ വാറണ്ടി, ഇപ്പോൾ ഇലക്ട്രിക്കൽ എൻജിൻ്റെ വാറണ്ടി എല്ലാം കട്ടായി പോകും. അപ്പോൾ മെയിനായിട്ടും സർവീസ് പീരീഡിൽ വണ്ടി ഷോറൂം മാത്രം സർവീസ് ചെയ്യുക, എൻജിനൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എൻ്റെ വണ്ടി ഫ്രീ സർവീസ് തന്നെ ഉറപ്പായിട്ടും ഞാൻ വാൾട്രോണിക് ആയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതാണ് ഈ ഫുൾ വാറണ്ടി, എൻജിൻ വാറണ്ടി സൈഡ്. പിന്നത്തെ വാറണ്ടി പോകുന്നൊരു കേസ് വണ്ടിയിൽ റോങ് ഫ്യൂവൽ അടിക്കുമ്പോഴാണ്. ഇപ്പം ഡീസൽ വണ്ടിയിൽ പെട്രോൾ അടിച്ചു, പെട്രോൾ വണ്ടിയിൽ ഡീസൽ അടിച്ചു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് വണ്ടിയുടെ ഫ്യൂവൽ പമ്പോ ഇഞ്ചക്ടറോ സംഭവങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ വാറണ്ടി കിട്ടില്ല. റോങ് ഫ്യൂവൽ കാരണം വാറണ്ടി കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പമ്പിലൊക്കെ പോകുമ്പോഴത്തേനും അവരടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സംഭവം ഒരു എമൗണ്ട് മാത്രം മാറ്റി നിങ്ങൾ കളയരുത്. നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വാറണ്ടി കിട്ടത്തില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് ആക്സിഡൻറ്റിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് സംഭവങ്ങളൊന്നും വാറണ്ടി കിട്ടില്ല, ഫുൾ ഇൻഷുറൻസ് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ വണ്ടിയുടെ ഒരു യൂസേജ്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ബലേന കൊണ്ട് ഞാൻ മറ്റേ വയനാട്ടിൽ ഓഫ് റോഡൊക്കെ കയറ്റി, പിന്നെ കുറേ മണ്ണിനകത്തിട്ട് ഓടിച്ചു, മഡൊക്കെ അടിച്ചു, അതൊക്കെ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വാറണ്ടി കിട്ടില്ല. കാര്യം ഈ വണ്ടിയുടെ യൂസ് അതല്ല. അപ്പോൾ വണ്ടിയുടെ ഒരു യൂസേജിനും വാറണ്ടി ഉണ്ട്, അനുസരിച്ചും വാറണ്ടിയുടെ വാലിഡിറ്റി ഉണ്ട്. പിന്നെ മെയിനായിട്ടും ഈ ഒരു സ്പീഡോമീറ്റർ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരിച്ചു കഴിഞ്ഞാൽ, കച്ചവടക്കാർ ചെയ്യുന്ന പരിപാടിയാണ്, തിരിച്ചു കഴിഞ്ഞാലും വണ്ടിയുടെ വാറണ്ടി പോകും. അപ്പം എൻ്റെ അറിവിൽ ഇത്രയും കാര്യങ്ങളാണ് ഒരു വണ്ടിയുടെ വാറണ്ടി മെയിനായിട്ട്. മഴ പെയ്യാൻ പോകുന്നു, വാറണ്ടി പോകുന്ന കാര്യങ്ങൾ. അപ്പം ഓരോ ബ്രാൻഡിനും ഓരോ രീതിക്കുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പോളോയ്ക്ക് അലോയ് മാറ്റാൻ പറ്റില്ല, അത് എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ള വണ്ടിയാണ്, അത് അലോയ് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അത് വോക്സ്വാഗനാണ്. അതുപോലെ ഗൈസ്, ഇങ്ങനെ മഴ വന്ന് നമ്മുടെ ഷൂട്ടും കണ്ടിന്യൂറ്റി എല്ലാം കുളവാക്കി, സമയം വളരെ കുറവാണ്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ വിട്ടുപോയൊരു കാര്യം പറയുവാണ്, അതായത് അലോയ് ഇടുന്ന കേസ്. അപ്പോൾ അലോയ് നിങ്ങൾക്ക് MVD അനുവദിക്കുന്ന പോലെ ബോഡിയിൽ നിന്ന് അധികം തള്ളി നിൽക്കാതെ എത്ര ഇഞ്ച് വേണമെങ്കിലും ഇടാൻ പറ്റും. അപ്പം ഈ അലോയ് ഇടുന്നത് കൊണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അലോയ് ഇടുന്നതുകൊണ്ട് വണ്ടിയുടെ ABS-നോ അല്ലെങ്കിൽ സസ്പെൻഷനോ അല്ലെങ്കിൽ സ്റ്റിയറിങ്ങിനോ ഒന്നും കംപ്ലയിൻറ്റ് വരുന്നില്ല എന്ന് ഉറപ്പാക്കുക. ഇതെന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ട് നമ്മൾ ഷോറൂമിലേക്ക് അത് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവന്മാർ ഒരു രീതിയിലും അത് തരത്തില്ല. അപ്പം അതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ വാറണ്ടി പോകുന്ന മെയിൻ കാരണങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നത്. ഇപ്പോൾ ഞാൻ ഈ പോളോയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം വാറണ്ടി പല കമ്പനിക്കും പല രീതിയിലാണ്. ഇപ്പോൾ ഞാൻ i20 വാങ്ങാൻ വേണ്ടിയാണ് ആദ്യം നോക്കിയത് ഈ വണ്ടിക്ക് പകരം. i20 എടുക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീലർഷിപ്പുകാരുടെ ഒരു നെഗ്ലിജൻസ് ഇത് മാത്രമാണ്. അത് ഞാൻ നാളെ ഒരു ബ്ലോഗായിട്ട് ഉറപ്പായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും, എന്താ സംഭവം എനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ. അതോടെ നിങ്ങളുടെ അപ്പോൾ ഈ ഹുണ്ടായിക്ക് നമുക്ക് ഈ വേറാണ്ടിയറുള്ള പാർട്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ബ്രേക്ക് പെഡൽ, അതുപോലെ തന്നെ ഈ വൈപ്പർ, പിന്നെ ക്ലച്ച്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ വേറാണ്ടിയറുള്ള പാർട്സ് ഉണ്ട്. അതിന് ഒരു ചെറിയ പാക്കേജ് ഉണ്ട് അവരുടെ. 10,000 എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 3 ഇയേഴ്സോ 3 കിലോമീറ്റർ അങ്ങോട്ട് വാറണ്ടി അതിനും കൂടെ കിട്ടും. അപ്പം മാനുഫാക്ചർ വൈസും വാറണ്ടി കണ്ടീഷൻസിന് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഡീലർഷിപ്പുകളിൽ ഇപ്പോൾ അന്വേഷിച്ചിട്ട് ഓരോ ബ്രാൻഡിനും ഓരോ മോഡലിനും എന്തൊക്കെ വാറണ്ടി ഉണ്ട് എന്ന് വിശദമായിട്ട് വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പോലെ നിങ്ങൾ ഏത് ബ്രാൻഡ് വേണം, ഏത് മോഡൽ വേണം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ച് ഞാൻ ഉറപ്പായിട്ട് വീഡിയോ ചെയ്യും. അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു. പിന്നത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വാറണ്ടി, അത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. എന്താണ് വാറണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാഹനത്തിന് അത് മാനുഫാക്ചറർ അത് ഒരു കസ്റ്റമർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ദിവസം മുതൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക്, ഫോർ എക്സാമ്പിൾ 3 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ അല്ലെങ്കിൽ 5 വർഷം 1,00,000 കിലോമീറ്റർ, അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്കും അല്ലെങ്കിൽ അതിന് മുന്നേ ഇത്ര കിലോമീറ്റർ ആയിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഒരു ഓഡോ ട്രേഡിങ്ങിലേക്കും, ഇത് രണ്ടും കോമൺ അല്ല, രണ്ടും എക്സ്ക്ലൂസീവാണ്. ഇതിലേതെങ്കിലും ഒന്ന് അച്ചീവ് ആയി കഴിഞ്ഞാൽ വാറണ്ടി പീരീഡ് കഴിയും. അപ്പം ആ ഒരു ടൈം പീരീഡിലേക്ക് വണ്ടിയിൽ OE ആയിട്ട് വന്ന ഡീലർഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്ന് വെച്ച് വന്ന എന്തെങ്കിലും വേറെൻ്റെയർ ഇല്ലാത്ത കമ്പോണൻസിന്, വണ്ടിയുടെ പാർട്സിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാതെ ഫ്രീ ആയിട്ട് റീപ്ലേസ് തരുന്ന പരിപാടിയാണ് വാറണ്ടി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു എക്സ്റ്റേണൽ വാറണ്ടിയും കൂടെ ഉണ്ട്. അതായത് നമുക്കിപ്പം എക്സ്റ്റേണൽ ഏജൻസീസ്, കമ്പനി അല്ലാതെ പുറത്തുനിന്ന് ഏജൻസീസ് ചെയ്യുന്ന ഏജൻസികളോ, ചില കേസ് കമ്പനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, കമ്പനിക്കുണ്ട്, ഇതിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം
എക്സ്റ്റൻഡഡ് വാറണ്ടി ഒരു ഇത്ര എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്ന കണ്ടീഷൻസ് അനുസരിച്ച് ഇത്ര പാർട്സിന് ആ പറയുന്ന പാർട്സിന് ഫ്രീ ഓഫ് കോസ്റ്റ് റിപ്പയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും എക്സ്റ്റൻഡഡ് വാറണ്ടി വെച്ചിട്ട്. അപ്പം അതാണ് സർവീസ് കമ്പനി വാറണ്ടി, എക്സ്റ്റൻഡഡ് വാറണ്ടി. അപ്പം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു എന്ന് കരുതുന്നു. എന്തെങ്കിലും മിസ്സായി പോയെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഈ വീഡിയോ കണ്ടിന്യൂ ഒക്കെ പോയ വീഡിയോ ആണ്. പിന്നെ പോർച്ചുഗലിലെ ജേഴ്സിയൊക്കെ ഇനി ഇടാൻ പറ്റത്തില്ലോ ഓൺ ചെയ്തിട്ട്. അപ്പം അത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്സായി പോയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്, അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റ്സ് എനിക്ക് എന്താണെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്ത് വാല്യൂ ഞാൻ കൊടുക്കുന്ന, എനിക്ക് കിട്ടുന്ന ഒരു സമ്മാനമായിട്ട് ഞാൻ കരുതുന്നത്. അപ്പം അത്രയാണ് ഈ വാറണ്ടിയെ പറ്റി എനിക്ക് വന്ന കമൻസിന് റിപ്ലൈ ആയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അത്രയാണ്. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ്, ഒരു സൺഡേ ആശംസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം SB സൈനിങ് ഓഫ്.